ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു കണ്ണടയാണ് കേട്ടോ. നമ്മുടെ സ്പെക്സ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ക്രിസ്മസിന് ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പെക്സ് ആണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് റെഡ് കളർ ഗ്ലിറ്റർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരൊറ്റ ഗ്ലിറ്ററുമാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പ്, ഇതൊരു കേക്കിൻ്റെ ഒരു കവറാണ്. ഞാൻ ഇങ്ങനത്തെയൊക്കെ കവറുകൾ എടുത്തു വയ്ക്കുക, എന്തിനെങ്കിലുമൊക്കെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നമുക്ക് ഈ പിക്ചറൊക്കെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതുപോലെ ഒന്ന് നോക്കിയിട്ട് ട്രേസ് ചെയ്ത് വരച്ചു കൊടുക്കുക. വരയ്ക്കാൻ അറിയാത്തവരൊന്നും പേടിക്കേണ്ട, നമുക്ക് ട്രേസ് ചെയ്ത് വരയ്ക്കാം. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്ലിറ്റർ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി കണ്ണട ഇവിടെ റെഡി ആയിട്ട് കിട്ടും. ഇതിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് പേപ്പറൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. അതിനുള്ളൊരു ടൈമൊന്നും എനിക്ക് എൻ്റെ മോള് തന്നില്ല. ഇത് ഉണ്ടാക്കണ കണ്ടപ്പോൾ തുടങ്ങിയ ആളിങ്ങനെ വന്ന് നിൽക്കുകയാണ്, ഇതെനിക്ക് തായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം എനിക്ക് ബാക്കിലൊന്നും പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളതൊക്കെ ചെയ്യണം, ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇനി നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ ഉള്ളിൽ ആ ഒരു സർക്കിൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. കാരണം നമ്മുടെ ഫേസിൽ വയ്ക്കുമ്പോൾ കണ്ണിൻ്റെ ആ ഒരു പോർഷനല്ലേ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതൊരു ബ്ലേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പേപ്പർ കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ ചെയ്തെടുക്കാം. കറക്റ്റ് ആ റൗണ്ടിൽ നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റും രണ്ട് സൈഡും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം, കാരണം നമ്മുടെ ആ റൗണ്ടിന് പുറത്ത് വന്ന എല്ലാ ഷേപ്പും മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആ ഒരു വരച്ചതിലൂടെ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്മേൽ ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ കത്രിക ഇട്ടിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ അത് പറ്റില്ല കേട്ടോ. കത്രിക ഇട്ടാരും ചെയ്യരുത്, നമ്മൾ ബ്ലേഡ് വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളിതാ 2 പീസും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലിറ്റർ ഷീറ്റ് ഒന്ന് ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. സെയിം. ഇനി നമുക്ക് ഗ്ലിറ്റർ ഷീറ്റ് വരയ്ക്കാൻ എളുപ്പമാണ്. ഇതൊന്ന് വെച്ചിട്ട് നമ്മൾ അതിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഗ്ലിറ്റർ ഷീറ്റ് എളുപ്പത്തിന് കട്ട് ചെയ്യാൻ പറ്റും. ഇത് ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ബാക്ക് വശത്താണ് ഞാൻ വരയ്ക്കുന്നത്. ഇത് ബാക്കിൽ സ്റ്റിക്കറുള്ള ടൈപ്പ് ഗ്ലിറ്റർ ഷീറ്റാണ് കേട്ടോ. അത് കാരണം എനിക്ക് എളുപ്പമായി, കാരണം ആ ഒരു ഗ്ലിറ്റർ ഷീറ്റ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഗ്ലിറ്റർ ഉള്ളതായ കാരണം അതിൻ്റെ ആ ഒരു പേപ്പർ മാറ്റി ഞാൻ ഡയറക്റ്റ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ വാങ്ങിക്കുകയാണെങ്കിൽ എളുപ്പമാണ്. ഇങ്ങനത്തെ ചെയ്യാൻ മാത്രമേ എനിക്കത് എളുപ്പമായിട്ടുണ്ട്. ഞാനത് മാറ്റി വെച്ചിരുന്ന ഒരു പീസാണ്. കാരണം നമ്മൾ ഹെയർ ബാൻഡിലേക്കും ടിക്ടിക്കിലേക്കൊക്കെ ചെയ്യാനായിട്ട് ഇതെടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പേപ്പർ അടർന്നു പോകും. പിന്നെ എല്ലാം അവിടുത്തെ ഒട്ടിപ്പിടിച്ച് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിതിൻ്റെ 2-3 പീസ് ഉണ്ടായിരുന്നുണ്ടല്ലോ, അത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇനി അത് ഉപയോഗിക്കാൻ പറ്റില്ലാവോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു ഐഡിയ തോന്നിയപ്പോൾ പിന്നെ നമുക്കത് ഉപകാരത്തിൽ വന്നു. കാരണം ഇത് ഒട്ടിക്കാനായിട്ട് എളുപ്പമായിട്ടോ. ഇതാ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അവൾ ഇത് എനിക്കൊരു സമാധാനം തന്നിട്ടില്ല, ഇത് ഉണ്ടാക്കുന്നവരെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ ആ ഒരു സ്റ്റാൻഡൊക്കെ പിടിച്ച് തട്ടുന്നുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ കുറേയൊക്കെ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ അതിൻ്റെ ഇടയിൽ വന്നു കണ്ടോ, ഗ്യാപ്പ് തട്ടുന്ന കാരണം ഷെയ്ക്ക് ആവുന്നുണ്ട് വീഡിയോ. ഇനി നമ്മൾ പരമാവധി പേപ്പർ കളയാത്ത രീതിയിൽ തന്നെ വെച്ച് കട്ട് ചെയ്തെടുക്കുക. എന്താ കണ്ടോ, ഇങ്ങനെ ചെരിച്ചൊക്കെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ കാല് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾക്ക് 2 സൈഡിലേക്കും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഗ്ലിറ്റർ ഷീറ്റിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് എടുക്കണം, കാരണം കണ്ണടയുടെ ആ ഒരു സൈഡിലേക്കുള്ള ഷേപ്പ് തന്നെ ആവണം നമ്മുടെ കാലിനും. ഇനി ഞാനതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലെ ആ പേപ്പർ നമുക്ക് അടർത്തി മാറ്റിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ആ മുകളിൽ നിൽക്കുന്ന ആ ഒരു ഐറ്റം നമുക്ക് പച്ച ഗ്ലിറ്ററൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതുമ്പോൾ സ്റ്റാറൊക്കെ ഒട്ടിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അവൾ എനിക്കൊരു എന്താ പറയുക, സമയം ഒന്നിനും തന്നില്ല. ആൾക്കിത് വേഗം കിട്ടണം എന്നുള്ള ആ ഒരു ഇതായിരുന്നു. അത് കാരണം സ്റ്റാറൊന്നും ഒട്ടിക്കാൻ പറ്റിയില്ല. സ്റ്റാറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ചെറിയ ചെറിയ സ്റ്റാറുകൾ നമുക്ക് ഗ്ലിറ്ററിൽ ഗ്രീൻ കളറിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അതിൻ്റെ എഴുത്തൊക്കെ ഉള്ള ഭാഗം നമ്മൾ ഇതുമ്പോൾ ഒട്ടിച്ചു പോകണം കേട്ടോ. അപ്പോൾ പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഞാൻ അങ്ങനെ ഒട്ടിച്ച കാരണം കുഴപ്പമുണ്ടായില്ല. കാരണം ബാക്കിൽ എനിക്ക് പീസൊന്നും വെച്ച് കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല, അവൾ സമ്മതിച്ചില്ല എന്ന്. അപ്പോൾ അത് കാരണം പുറത്തേക്ക് ആ ഒരു വൈറ്റേ കാണുള്ളൂ. ഇത് നമ്മുടെ ബാക്കിൽ അതിൻ്റെ ആ ഗ്ലിറ്ററൊക്കെ ചെറിയതായിട്ട് പശയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാനിത് കട്ട് ചെയ്തപ്പോൾ കുറച്ചൊന്ന് കൂട്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതിൻ്റെ പുറത്ത് ആ പശയൊക്കെ ജസ്റ്റ് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് അത് ഒട്ടിക്കാനുള്ള സമയം അവൾ തന്നില്ല ബാക്കിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ, കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്കിൽ ഒന്നെങ്കിൽ ഒരു A4 ഷീറ്റ് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ പശയുള്ള ടൈപ്പ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. പിന്നെ ഒരു ഭംഗി കിട്ടുമെന്ന് മാത്രം നമ്മൾ വൈറ്റൊക്കെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഒരു റെഡ് കളർ ഫെൽറ്റ് ഷീറ്റ് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലിറ്റർ ഇല്ലാത്ത ഫെൽറ്റ് ഷീറ്റ് വരുന്നുണ്ടല്ലോ, അത് പീസ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയാവും. അപ്പോൾ നമ്മളതൊക്കെ ലെവൽ ചെയ്ത് തന്നെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കണ്ണടയുടെ ആ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ കാല് വെച്ച് കൊടുക്കണം. അപ്പോൾ അതുമ്പോൾ ഒട്ടിച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം വേണം കാലതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്.
അപ്പോൾ കാല് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം, രണ്ട് സൈഡിലേക്കും കറക്റ്റ് ഷേപ്പിനല്ലേ നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ കട്ട് ചെയ്തിട്ട് എന്നിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. എനിക്ക് ആദ്യം കട്ട് ചെയ്തത് തല തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിച്ചിരുന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കെല്ലാം തെറ്റിപ്പോവും. അപ്പോൾ ഈ അവളിങ്ങനെ വന്ന് നിന്ന കാരണം എനിക്കത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒരു പീസ് വേറെ കട്ട് ചെയ്തെടുക്കുക ചെയ്തത്. അപ്പോൾ ഇതാ ഇതുപോലെ വരും. ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിൻ്റെ ബാക്ക് വശത്ത് നമ്മുടെ കാലിൻ്റെ നല്ല വശം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലൂ കൊടുക്കണം, കാരണം നമുക്ക് അവിടെ ഒരു പേപ്പർ വരുന്നുണ്ടല്ലോ, അതുമ്മേ പശ ഉണ്ടാവില്ല. അപ്പോൾ അതുമ്മേ ഗ്ലൂ വെച്ചിട്ട് കണ്ണടയുടെ ബാക്ക് വശത്ത് നമ്മുടെ കാലിൻ്റെ നല്ല വശം ഒട്ടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് വളച്ചു കൊടുക്കാം. അപ്പോൾ ശരിക്കും കാലായിട്ട് അങ്ങനെ നിൽക്കും. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ കട്ട് പീസ് നിൽക്കുന്നുണ്ടല്ലോ, ഫ്രണ്ടിലെ കട്ട് പീസ് നിൽക്കുന്നതിൻ്റെ അവിടെ വെച്ചിട്ട് വേണം ബാക്കിലേക്ക് ഒന്ന് വളച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കുറച്ച് നേരം ഒന്ന് പിടിച്ച് നിൽക്കുക. നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതും ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതാക്കണ്ടോ, ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കാല് കറക്റ്റായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ഇതാക്കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നു അല്ലേ. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും ഭംഗിയിൽ വരുന്ന. പിന്നെ ഈ പശ ഇത്തിരി പ്രശ്നം, അത് കാരണം എൻ്റെ കൈമ പശയായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഗ്ലിറ്റർ വിട്ടുപോകും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. നമ്മളിത് രണ്ടാമത്തെ കാലും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് കണ്ണട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇതുപോലെയുള്ള കണ്ണടകൾ ക്രിസ്മസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഭംഗി വരുത്തുക, സ്റ്റാറൊക്കെ ഒട്ടിച്ച് നല്ല അടിപൊളിയാക്കി തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു പുതിയ ഐറ്റമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.